ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും ബജിയുമാണ്. പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിൽ 3 കപ്പ് ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ റവ ചേർത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഡോ തയ്യാറാക്കാം. പൂരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറായി. ഇതേപോലത്തെ രീതിയിലാണ് നമുക്ക് ഡോ കിട്ടല്. ഈ സമയത്ത് നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. 1 തക്കാളി, 1 ഉള്ളി, 4 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 മുറി തേങ്ങ, 4 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ മുറിച്ച് വെച്ചത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുക്കറിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം മുറിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കറിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെക്കാം. 6 വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു. ഇനി ഈ പൊട്ടാറ്റോസ് എല്ലാം നന്നായി ഒന്ന് സ്മാഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 1/2 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, ആ 1/2 മുറി തേങ്ങ അരച്ചിട്ട് അതിൽ നിന്ന് എടുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്യാം. ഏകദേശം 2-3 മിനിറ്റായി ഞാൻ കറി അടുപ്പിൽ വെച്ചിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മൈദ വിതറിയിട്ട് ഡോ റോൾ ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 റോൾ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഡോ ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും ബോളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 22 പൂരിയെങ്കിലും കിട്ടും. പൂരി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് പാൻ വെക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. പൂരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും ബജിയും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.